അവന്റെ ഒരു അഭിനയം കണ്ടില്ലേ? എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലേ? അവൻ സ്കൂളിൽ പോയി ഞാൻ അവനെ കൊണ്ടുവിട്ടെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കിയല്ലേ? ഞാൻ ഇന്നത്തെ ബാംഗ്ലൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവൻ 2 ദിവസം സ്കൂളിൽ പോവാതെ അടിച്ചു പൊളിച്ചേനെ. തിരിച്ചു വന്നില്ലേ? എന്താ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇത്രയും നാളും ഇവന്റെ ഭാഗത്താ തെറ്റെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കി ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന്. എന്റെ പേരക്കുട്ടിയെ നന്നായി പഠിപ്പിച്ച് അവനെ വലിയൊരു സ്ഥാനത്തെത്തിക്കണമെന്ന് ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടെന്നറിയാവോ? പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാതെ ഇവന്റെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മതിയാവുന്നില്ലേ? ദേവയാനി, കവിൻ നമ്മുടെ ചക്കരമുത്തല്ലേ? ഒന്നും മിണ്ടാതിരിക്കമ്മേ. അവനെ പുന്നാരിച്ച് എല്ലാരും കൂടെ വഷളാക്കുക. നല്ല കുട്ടിയാന്ന് പറയിപ്പിക്കണം. അതാണ് എനിക്ക് പ്രധാനം. നമ്മുടെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് കരുതി അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാ അവന്റെ ജീവിതം നശിക്കില്ലേ? മക്കളുടെ തോന്നിയാസത്തിന് എല്ലാവരും കൂട്ടുനിൽക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരാ. നന്നായിട്ട് പഠിക്കണം, ഒബീഡിയന്റ് ആയിരിക്കണം, ഡിസിപ്ലിൻ വേണം ജീവിതത്തിൽ. ഇതൊക്കെ ചെയ്താലും നുണ പറയാതെ സത്യസന്ധമായി ജീവിക്കണം. അമ്മേ, മതി അമ്മേ, ഒരുപാട് വഴക്ക് പറയണ്ട. അവൻ പാവം കരയുന്ന കണ്ടില്ല അമ്മ? അയ്യോ, ഞാൻ കരയാൻ മറന്നല്ലോ. അയ്യോടാ പാവം. ഇത് ഭയങ്കര അഭിനയമാണല്ലോ. അവന്റെ ഒരു അഭിനയം കണ്ടില്ലേ? കൊള്ള ലക്ഷണോ? അച്ഛനും മോനും ഒരു വ്യത്യാസമില്ല. വിക്രം, എനിക്ക് പേടിയാവടാ. നിന്റെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ ഞാൻ നിന്നെ ലാളിച്ച വളർത്തിയത്. നീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ടെന്തായി? നിന്റെ കുടുംബജീവിതത്തില് ഒട്ടും ചേരാത്തൊരുത്തിയെ സ്വീകരിച്ച് സന്തോഷമായി ജീവിക്കേണ്ട ഈ പ്രായത്തില് ഒറ്റത്തടിയായി നിൽക്കുവോ? എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയൂ? നിന്റെ ജീവിതം നശിച്ചു പോയ പോലെ എന്റെ പേരക്കുട്ടിയുടെ ജീവിതവും അങ്ങനെ ആകാതിരിക്കാനാ ഞാൻ ഇത്രയധികം കവിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാ നിങ്ങൾ ചെയ്തതോ? അമ്മേ, ഇവിടെ ഒന്നും അങ്ങനെ നെഗറ്റീവായിട്ട് നടക്കില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ നിന്റെ മോൻ വളർന്ന് നിന്റെ മുന്നിൽ വന്ന് നിങ്ങൾ എന്നെ ശരിക്കും വളർത്തിയിട്ടില്ല, അമ്മ എന്നെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ നല്ലവനായനെ എന്ന് പറയും. അപ്പൊ നീ എന്ത് മറുപടിയാ പറയുക? അമ്മേ പ്ലീസ്, ഇങ്ങനെയൊന്നും അമ്മ സംസാരിക്കരുത്. എന്തെങ്കിലും എന്റെ മുഖത്ത് നോക്കി അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാ ആ സെക്കൻഡിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ചേട്ടാ, എടാ വിക്രം,